ചരിത്ര പദ്ധതിക്ക് തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഇടുക്കിയിലും 5 മണ്ഡലങ്ങളിലും മണ്ഡലം തല ഉദ്ഘാടനങ്ങൾ നടന്നു. പീരിമേട് മണ്ഡലം തല ഉദ്ഘാടനം കുമളിയിൽ MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് നിർവഹിച്ചു. വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നുണ്ട്. ജെറിൻ, ചരിത്ര പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നു. എന്താണ് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന വിശദാംശം? വലിയൊരു മാറ്റത്തിനാണ് KSRTC ഇന്ന് ആരംഭം കുറിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പുറമെയാണ് മറ്റു മണ്ഡലങ്ങളിലേക്ക് ഉദ്ഘാടനം നടന്നത്. കുമളി ഡിപ്പോയിലെ ഉദ്ഘാടനം പീരിമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് നിർവഹിച്ചിരിക്കുന്നു. അന്തർ സംസ്ഥാന യാത്രകൾ ഉൾപ്പെടെ ഓർഡിനറി ബസ്സുകളിൽ 7 കാറ്റഗറികളായിട്ട് 24 ഷെഡ്യൂളുകളാണ് കുമളിയിൽ നിന്ന് ഓർഡിനറി ബസ്സുകൾ ഉള്ളത്. ഈ 24 ബസ്സുകളിലായിട്ട് പല മേഖലയിലേക്ക്, അതായത് കുമളി കോട്ടയം ഉൾപ്പെടെയുള്ള മേഖലയിലടക്കം 122 സർവീസുകളാണ് എല്ലാ ദിവസവും KSRTC നടക്കുക. ഈ ഓർഡിനറി ബസ്സുകൾക്കെല്ലാം സ്ത്രീകൾക്ക് സൗജന്യമായി തന്നെ യാത്ര ചെയ്യാം. കയറുന്ന സ്ഥലവും അതോടൊപ്പം തന്നെ ഇറങ്ങുന്ന സ്ഥലവും കൃത്യമായി തന്നെ ടിക്കറ്റിൽ രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ 0 ടിക്കറ്റാണ് നൽകുന്നതും. അത്തരത്തിലൊരു വിപ്ലവകരമായ ഒരു മാറ്റത്തിലേക്ക് ഇന്ന് മുതൽ സ്ത്രീകൾക്ക് ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും പീരിമേട് MLA ഉദ്ഘാടന വേദിയിൽ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം MLA ആയിരുന്നപ്പോൾ MLA എന്ന രീതിയിൽ തനിക്ക് KSRTCയിൽ സൗജന്യമായി യാത്ര ചെയ്യാം. അതേ ഒരു പ്രിവിലേജിലേക്കാണ് കേരളത്തിലെ സ്ത്രീകൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനത്തുള്ള സ്ത്രീകൾക്ക് പോലും കേരളത്തിലെത്തിയാൽ ഈ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാം. കുമളിയിൽ നിന്ന് കമ്പത്തേക്കുള്ള ഓർഡിനറി ബസ്സുകൾക്കൊക്കെ ഇനി സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് തന്നെയാണ് യാത്ര. അതോടൊപ്പം തന്നെ ചെറിയ പ്രദേശങ്ങളായ ഹിലിബറി, അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാർ, മൂങ്കിലാർ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ഇത് വലിയ ഗുണകരമാകും. തോട്ടമേഖലയിലേക്കൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ മറ്റൊരു വിഷയം, ഈ പലപ്പോഴും കുമളി ഡിപ്പോയിൽ ബസ്സുകളുടെ ഒരു കുറവ് കാണുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. കൂടുതൽ സർവീസുകൾ കുമളിയിൽ നിന്ന് ഇനിയും ആരംഭിക്കാനുള്ള സാധ്യതകൾ തുറന്നിടുമെന്നും അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങൾ നടത്തുമെന്നും ഉദ്ഘാടന യോഗത്തിൽ MLA പറഞ്ഞു. തീർച്ചയായിട്ടും ആദ്യം കുമളി കോട്ടയം റൂട്ട് തന്നെയാണ്. കുമളിയിൽ നിന്നുള്ള കോട്ടയം റൂട്ടിലേക്കാണ് ഉദ്ഘാടനം നടന്നിരിക്കുന്നത്. അതിലേക്ക് സ്ത്രീകൾക്ക് കയറുകയും അത് വണ്ടിപ്പെരിയാറിലെ അടക്കമൊക്കെ ഇറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. വിവിധ ജനപ്രതിനിധികൾ, അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ ഉദ്ഘാടനത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 24 ഷെഡ്യൂളിൽ നിന്ന് 122 സർവീസാണ് കുമളി ഡിപ്പോയിൽ നിന്ന് KSRTC നടത്തുക. ഇതിൽ സ്ത്രീകൾക്ക് സൗജന്യമായി തന്നെ യാത്ര ചെയ്യാം.